നിങ്ങളുടെ ഭാര്യയെയോ ഭർത്താവിനെയോ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടതെന്ന് ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ? പലരും വിചാരിക്കുന്നത് അവരുടെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്ന ആ സ്നേഹം എന്നുള്ളതാണ്. ശരിക്കും സ്നേഹത്തിൻ്റെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഫോം അതൊന്നുമല്ല. ഒരാളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അയാളെ തിരുത്തുക എന്നുള്ളതല്ല, മറിച്ച് അയാളുടെ ഏറ്റവും ബെസ്റ്റ് വേർഷൻ എടുക്കാൻ പറ്റുള്ള ഒരു സെക്യൂർ ആയിട്ടുള്ള ഒരു പ്ലേസായി മാറുക എന്നുള്ളതാണ്. അവർക്ക് എന്തും പറയാനും ചോദിക്കാനും പറ്റുന്ന ആ ഒരു ഫ്രീഡം ഉള്ള ആ ഒരു സ്പേസ് ആയിട്ട് മാറും. പല ആളുകളും തന്നെ ലൈഫ് പാർട്ണറെ സ്നേഹിക്കുന്നത് ഒരു ബിസിനസ്സിൻ്റെ ഓണറെ പോലെയൊക്കെയാണ്. ഇപ്പം ഞാൻ തീരുമാനിക്കുന്ന കാര്യങ്ങൾ നടക്കണം എന്നുള്ള രീതിയിലാണ്. മറിച്ച് അവരെ ചേർത്ത് പിടിക്കുകയും അവരുടെ സ്വപ്നങ്ങൾക്ക് ചിറകേറി കൊടുക്കുകയും അതോടൊപ്പം അവർക്ക് ലോകത്തിന് മുമ്പിൽ തോറ്റു പോകുന്ന സമയത്തോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്തൊക്കെ ഓടി വന്ന് നമ്മളിലേക്ക് ഒളിക്കാനുള്ള അവസരം കൊടുക്കുകയൊക്കെ ചെയ്യുന്ന സമയത്താണ് ശരിക്കും സ്നേഹം അവിടെ ഉണ്ടാകുന്നത്. ഇന്ന് വരെ ആരും പറയാത്തൊരു കാര്യം പറയട്ടെ, നമ്മൾ ഒരാളെ സ്നേഹിക്കുന്ന സമയത്ത് അവരുടെ നന്മകൾ നോക്കിക്കൊണ്ടല്ല സ്നേഹിക്കേണ്ടത്, മറിച്ച് അവരിലെ കുറവുകളെ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം സ്നേഹിക്കുന്നത്. നന്മകളുള്ളവരെ സ്നേഹിക്കാൻ ആർക്കും പറ്റും, പക്ഷേ ഈ കുറവുകളുള്ള ആളുകളെ അവരുടെ പോരായ്മകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ചേർത്ത് പിടിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവിടെ സ്നേഹം എന്ന് പറയുന്നത്. ഏതൊരു വ്യക്തിയുടെയും ഡാർക്ക് സൈഡ് ഉണ്ടാകും. ആ ഡാർക്ക് സൈഡിൽ നിന്നുകൊണ്ട് നമുക്ക് അവരെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് യഥാർത്ഥ പ്രണയം എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് നോക്കുക, ഇന്നത്തെ ഒരു ദിവസം എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് പാർട്ണറെ തിരുത്താനാണോ അല്ലെ അവർ പറയുന്ന കാര്യം മനസ്സിലാക്കി അവരെ ചേർത്ത് പിടിക്കാനാണോ നിങ്ങൾ ശ്രമിച്ചത്?